ഇടുക്കിയിലെ കാഞ്ചിയാറിൽ 16 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കക്കാട്ടുകട സ്വദേശി ഉദയന്റെ മകൾ ശ്രീപാർവതിയാണ് മരിച്ചത്. മരണകാരണം എന്താണെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. കാഞ്ചിയാറിൽ വന്ന ഈ ദുരന്തം ശരിക്കും തന്നെ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു. ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് പിന്തിരിപ്പിക്കാൻ കഴിയുക? പറയൂ രാഹുൽ വിജയൻ. ഇസ്കേൻ, ഈ ശ്രീപാർവതിയെ ഇന്ന് രാവിലെ വീട്ടിൽ കാണാതെ വന്നതോടുകൂടി പുലർച്ചെ 4:30 കാണാതെ വന്നതോടെ ആ വീട്ടുകാർ നടത്തിയ തിരച്ചിലാണ് വീടിനോട് ചേർന്നുള്ള ഒരു ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഈ ശ്രീപാർവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. മരണകാരണം എന്താണ്, ഈ തൂങ്ങി മരിക്കാനിടയായ സാഹചര്യം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പോലീസ് അന്വേഷിക്കും. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് +1 അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇത്തരം ഒരു സംഭവം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. വീട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മാതാപിതാക്കളുമായിട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമാധാനപരമായി പോയിരുന്ന കുട്ടിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്, ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി ഈ ഘട്ടത്തിൽ അന്വേഷിക്കുകയാണ്. സ്കൈൻ, താങ്ക് യു രാഹുൽ വിജയൻ. എന്തായാലും സങ്കടകരമായ സാഹചര്യമാണ്. കുട്ടികളോട് മാത്രമായിട്ട് ഞാനൊരു കാര്യം പറയാം. മരണം ഒന്നിനും പരിഹാരമല്ല എന്ന് നിങ്ങൾ അറിയുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ ഉമ്മയോടോ അച്ഛനോടോ വാപ്പയോടോ ഒക്കെ പറഞ്ഞ് അപ്പച്ചനോടോ ഒക്കെ പറഞ്ഞ് നിങ്ങൾ പ്രശ്നം പരിഹരിക്കണം. ഏത് പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ട് എന്ന് നമ്മൾ അറിയുക. നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ ആ ടെൻഷൻ പകുതി ഒഴിയും. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അപൂർവമായ ഒരു അവസരമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അത് തല്ലി ഉടയ്ക്കരുത്. വളരെ വിലപ്പെട്ട സാധനമാണ്. ആ വിലപ്പെട്ട ജീവൻ കെടുത്തിക്കളയാൻ നമുക്ക് അവകാശമില്ലെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരോട് നമ്മുടെ മനസ്സിനെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പറയുക. മാത്രമല്ല, ഈ ആത്മഹത്യ ട്രെൻഡെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ചിലപ്പോൾ മാനസികമായ ചില പ്രശ്നങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും. അത് മാതാപിതാക്കളാണ് ആദ്യം തിരിച്ചറിയേണ്ടത്.